നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. കറി വെക്കണം. അവിടെ ഇത് എന്നതാ കുറിച്ചില്ല. ഞാൻ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ മുടിയൊക്കെ എങ്ങനെയാ? ഞാൻ പറയുവാണ് ഇൻട്രോ കേട്ടോ, നമ്മുടെ പവർ ഇൻട്രോ. ഓക്കെ, കമ്പനിക്കാരൻ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കമ്പനിക്കാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരൻ സബീൻ. ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മീൻ മേടിച്ചിട്ടുണ്ട്. അത് അൺബോക്സിങ് ആൻഡ് വീഡിയോ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മള് ഞാനിവിടെ മേടിച്ചു ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മഴ പെയ്തിട്ടോ, മഴ പെയ്ത് ശോകമായി. നമ്മളിത് ഈ കുളത്തിലാണ്. ഇത് ഏകദേശം കുറേ നാളായിട്ട് മേടിച്ച് വെച്ചത്. അപ്പോൾ ഇതിലൊന്നും ഇടാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് മീനെ മേടിച്ച്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തുണ്ടായി. എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയോടാ? നിനക്കറിയോടാ? ഇവന്മാരോട് ഞാൻ പറഞ്ഞില്ല എന്ത് മീനാന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതുണ്ട്, നമ്മുടെ പുറകിലൊരു ടാങ്കുണ്ട്, ആ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്, അതിലും കുറേ വെള്ളമുണ്ട്. അതൊക്കെ മാറ്റി നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് മീനെ ഇടാം. എന്നിട്ട് പറയാം നമുക്ക് എന്ത് മീനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പോകാം. നമ്മുടെ വീടിൻ്റെ പുറകിൽ നമ്മൾ പണ്ട് ഇതിൽ മീനൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ മൊയിനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ പഴയൊരു ഫ്രിഡ്ജ് ബോക്സ്, അപ്പോൾ ഇത് കൊടുത്തില്ല, നമുക്ക് മീനെ വളർത്താന്നുള്ള രീതിയിൽ വെച്ചാൽ. പിന്നെ അതിലൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇരുന്ന് മഴവെള്ളമൊക്കെ ഇതിൻ്റെ അടിക്കുകയാണ്. നല്ല വെള്ളമാണെന്ന് തോന്നണം. നമ്മളിനി ഈ മീനിടുന്നതിന് കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ വെള്ളം കുഴപ്പമില്ലാത്ത വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കുറച്ച് പിടിച്ചിട്ട് ഇവിടെ പൈപ്പിലെ വെള്ളത്തിൽ ചെറിയ ക്ലോറിനുണ്ട്. അപ്പോൾ അത് വിഷയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതും കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതും നമ്മുടെ വെള്ളം കൂടി ചേർത്തിട്ട് മീനിടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. ഇതും ഒന്ന് ക്ലീൻ ചെയ്യാം, അതും ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ടാങ്കും ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലും വെള്ളം നിറക്കാം, അതിലും വെള്ളം നിറക്കാം അല്ലേ? മറ്റേ ബക്കറ്റ് ക്ലീൻ ആക്കണം. ഏതാ? ഫ്രിഡ്ജ് ബോക്സിൻ്റെ അടുത്ത്. അതൊന്നും വേണം, അത് നമുക്ക് വേറെ ആവശ്യത്തിലാണ്. ഞാൻ പറഞ്ഞുതരാം, നിനക്ക് പഠിപ്പിക്കാനല്ല. ഗൈസ്, ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റി. ഈ ടാങ്കിന് ഇവിടെ വെള്ളം ഇട്ടിടണം. ടാങ്ക് ഇവിടെയൊക്കെ അവിടെയൊക്കെ എവിടെയെങ്കിലും നീക്കണം. അതാണ് അങ്ങോട്ടേക്കാണ് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വെള്ളം ഇങ്ങനെ നല്ല ഒട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോബ്ലം. അപ്പോൾ ഗൈസ്, നമ്മൾ ടാങ്ക് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ ആ ഭാഗത്ത് കറക്റ്റ് ഡയറക്റ്റ് വെള്ളം വീഴും, നമ്മുടെ മേളിൽ നിന്നുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ പെട്ടെന്ന് ഒരുപാട് വീഴില്ലല്ലോ, ഒഴുകി തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും വെച്ച് മറക്കാം. അതിൽ വെള്ളം ഒരുപാടായിട്ടുണ്ടെങ്കിലും പ്രശ്നമാകും അല്ലടാ? എന്താ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്താ പറ്റണ? ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തേട്ട് പോവാം. ഇത് മറച്ച് അപ്പുറത്ത് എല്ലാം സെറ്റ് ചെയ്യാം. ഗൈസ്, ഞാനും പിള്ളേരും ഇവിടെ സാധനം പണിയിലാണ് അല്ല. നമ്മൾ ഏകദേശം തീരാറായി. ഇനി അടുത്ത മീൻ ഇടാനുള്ള പരിപാടിയാണ്. നമ്മളിവിടെ സാധനം പണി. ഇവിടെ ഒരുത്തനും ഉണ്ടാകും കത്ത്. എന്താടാ ഞങ്ങളിവിടെ പണിയെടുക്കണുണ്ടല്ലോ. നിങ്ങൾ ആടാ പ്രായത്തിന് മുതൽ പിള്ളേർ ഇവിടെ പണിയെടുക്കുന്നത്. എന്ത് പറയാനുള്ള പണി? അതെ, ആ കോഫിയടാ ഏകദേശം ഇത്ര മതിയാവും. മതിയടാ. നമ്മുടെ കുളം നമ്മൾ ഏകദേശം രണ്ടും ഏകദേശം സെയിമായിട്ട് നിറച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ. അപ്പോൾ നമുക്ക് ഇത് മര കാണിക്കാം. ഇത് എന്ത് മീനായിരിക്കും? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? ഗപ്പി. രണ്ടുപേരും കുഞ്ഞിനെയാണോ? ഇതന്നെ
പിരാന കുഞ്ഞുണ്ണിയെ കണ്ട ഞാൻ വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞപ്പോ ഓ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞുവരാ വീഡിയോ ആയിട്ട് വന്നപ്പോ എന്തായിരിക്കടാ ഇവന്മാരാണ് പവർ അല്ലടാ നമ്മൾ അപ്പൊ ഇതെന്തുവിനായിരിക്കും ഓ നല്ല വെയിറ്റ് ഓറഞ്ച് മീനാ എന്തായിരിക്കും പറടാ എന്തെങ്കിലും ഗപ്പി ഗപ്പിയായിരിക്കും ഗോൾഡ് ഫിഷ അപ്പൊ നമുക്ക് തുറന്നു നോക്കിയാലാ എന്ത് മീനാണ് ഗസ് ക്യാമറ ഹോൾഡ് ചെയ്യും ഞാനാണ് ക്യാമറമാൻ. നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ മീൻ കഴിക്കാം ഗപ്പിയാട്ടാ നിങ്ങൾ ഗപ്പിയാന്നാട്ടാ പറഞ്ഞത് എന്ത് മീനായിരിക്കും ഇത് എന്നതാ കുറിച്ചില്ല ആ ഇത് നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്ന ഏത് ചാടിപ്പോയത് ഇതിന്റെ വലുതുണ്ടായിരുന്നത് ഇത് പോയതാ എന്ത് മീനാണെന്നറിയോ ഇത് ഇതാണ് ഓസ്കാർ ഏ കണ്ട ഇനി അതന്നെ ആയിരിക്കും നല്ല ക്ലാരിറ്റി ആയിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഓസ്കാർ ഇത് ഓസ്കാറിന്റെ ചെറുത് ഇത് മറ്റേ കളർ വ്യത്യാസം ഓസ്കാർ അങ്ങനെ അതിന്റെ ചെറുതാ ഇപ്പൊ ഗപ്പി അല്ല ഗപ്പിയാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇതിനെ ടാങ്കിലേക്ക് ഇട്ടാല നമ്മളപ്പോ നമ്മളെ ഗോൾഡ് ഫിഷിനെ ഈ ചെറിയ ഓസ്കാർ കോപ്പർ ഓസ്കാർ അങ്ങനെ എന്താണ് കാണാം ഇതിന് രണ്ടിനും കൂടി ഈ ചെറിയ ടാങ്കിലിടാം എന്താവും എന്നറിയില്ല നാളെ ഗോൾഡ് ഫിഷ് എത്ര ഉണ്ടാവും എന്നറിയില്ല മഴ പെയ്തു പണിയായി അയ്യോ ഇടാൻ പറ്റുമോ പെട്ടെന്ന് കഴിക്കും 2 റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കാം അവിടെ ഗോൾഡ് ഫിഷിനെ ഇതിലേക്ക് ഇറക്കുവാണ് 2 എണ്ണത്തിന് ഇറക്കിയിട്ടുണ്ട് 2 ബാക്കിയൊക്കെ അങ്ങനെ ഇറക്കാട്ടോ 3 4 5 6 7 8 9 10 ഉണ്ട് അപ്പോൾ 10 ഗോൾഡ് ഫിഷിനെ നമ്മൾ ഇതിലേക്ക് ഇറക്കി നമുക്ക് ഇതും കൂടി അങ്ങ് ഇറക്കാം ഒന്ന് ഡ്രസ്സ് മാറിയതാ ഇനി മഴ ചതിച്ചു പിന്നെ അതാ അടുത്ത ഈ മീനെയും കൂടെ നമ്മൾ ഇടാൻ പോകാട്ടോ ഇത് കാണാൻ പറ്റുന്നറിയില്ല നമുക്ക് എന്തായാലും ഇത് ഇറക്കി അങ്ങ് വിടാം നമ്മൾ ഇവിടെ എന്തായാലും ഇറക്കി വിട്ടിട്ടുണ്ട് ഇപ്പം മഴയും കൂടി പെയ്യണതുകൊണ്ട് മറ്റേത് കറുത്ത കളറായതുകൊണ്ട് കാണൂല ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാനും പറ്റില്ല ഒരു ഒന്നിച്ചിട്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നണം നാളെ നമുക്ക് ഗോൾഡ് ഫിഷിൻ്റെ എണ്ണ ഒന്നും കൂടി എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ മീനെ ഇന്നിടാം വലുതിനെ ഇടാം അപ്പുറത്ത് പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ വലിയ ഓസ്കാർ ആൽബിനോ ഓസ്കാറാണോ അപ്പോൾ നമുക്ക് ഇതിനെ പിടിച്ചോളാം എൻ്റെ താഴെ ഏകദേശം കുറച്ച് വെള്ളം കേട്ടോ രണ്ടിലും നടത്തില്ല മഴയും കൂടി ആയതുകൊണ്ട് മഴവെള്ളം വീണാലും പ്രശ്നമാകും തോന്നുന്നു നമുക്ക് അറിയില്ല ഇത് നമ്മൾ മഴയുടെ പ്രശ്നം കാരണം നമ്മൾ പെട്ടെന്ന് ഇടുക സാധാരണ അങ്ങനെ ഇടാറില്ല നമ്മളൊന്ന് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് കുറച്ച് നേരം അവിടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് അത് ഇറക്കി വിടുക മൂന്നെണ്ണമുള്ള താഴത്ത് നോക്കിയപ്പോഴേ 3 കണ്ടോളൂ നമ്മുടെ 4 ഓസ്കാറിനെ ഇവിടെ മൂല കൊണ്ട് അങ്ങനെ 4 നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലത്തേക്ക് നോക്കാലടാ ഓസ്കാറും ഗോൾഡ് ഫിഷും ഇപ്പൊ ചതിച്ചേനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അല്ലേ
അതിൻ്റെ ചെയ്യാൻ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.